ഹലോ, അസ്സലാമലൈക്കും. അപ്പം മക്കളെ, നമുക്ക് ഇന്ന് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഫ്ലവറും കാര്യങ്ങളാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ മോഡല്. അപ്പം അത് വെച്ചിട്ട് തന്നെ നമുക്കൊരു അടിപൊളി ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് കടയിലൊക്കെ ഒന്ന് കൊണ്ടു കൊടുത്താലോ. അപ്പം നമുക്ക് സെയിൽ ആവണുണ്ടോ ഇല്ലേ, അതുപോലെ തന്നെ കിറ്റിന് എന്താ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് തരുന്നത്. ചെറിയൊരു ലാഭം നമ്മൾ എടുത്തിട്ടാണ് നിങ്ങൾക്കും തരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹെയർ ബാൻഡ് സെയിൽ ചെയ്യുക, അതുപോലെ തന്നെ ഈ ഫ്ലവറൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുക എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമുക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. 5 ഇതേപോലത്തെ ഇതുണ്ടാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കലും അതിനോടൊപ്പം തന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേർക്ക് ഈ ഫ്ലവർ വെച്ചിട്ട് എന്താ ചെയ്യുക ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരും ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും അറിഞ്ഞോളണം എന്നുള്ള ഒരാൾ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഫ്ലവർ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോസിലേക്ക് പോവാം. അപ്പം അതിനായിട്ട് വീതി കുറഞ്ഞിട്ടുള്ള ഗോൾഡൻ ബോ ആണോ നിങ്ങളുടെ കയ്യിലുള്ളത്, സിൽവർ ബോ ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ ഏത് ബോ ആണോ ഉള്ളത് വെച്ചെങ്കിൽ അതെടുക്കുക. പിന്നെ ഇത് നമുക്ക് സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതന്നെ വേണമെന്നില്ല, വേറെ ഏതാണ് നമുക്കൊരു ഇതായിട്ട് തോന്നുന്നത് വെച്ചെങ്കിൽ അത് നമ്മൾ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡിൻ്റെ വീതി കുറഞ്ഞിട്ടുള്ള ഹെയർ ബാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മൾ ഗ്ലൂ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പശ പരട്ടി കൊടുത്തതിന് ശേഷം ഗോൾഡിൻ്റെ ചെയിനാണോ സിൽവറിൻ്റെ ചെയിനാണോ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ ആ ചെയിന് നമ്മൾ വെച്ച് കൊടുക്കുക. അതായത് പകുതി വരെ നമ്മൾ അത് വെച്ച് കൊടുക്കുക. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സെൻറ്ററിലായിട്ട് ഒരു 6 ഫ്ലവറാണ് ഞാൻ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോൾ ആ ഹെയർ ബാൻഡ് കണ്ടല്ലോ, അപ്പോൾ അതുപോലെ 6 ഫ്ലവറാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഒരേ കളറിൽ തന്നെ 6 എണ്ണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സഡായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾക്കത് ഇതായിട്ട് തോന്നുന്നത് വെച്ചെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരേ പിങ്കാണ് വെക്കണമെങ്കിൽ പിങ്ക് തന്നെ 6 പീസ്, ബ്ലൂ ആണ് വെച്ചെങ്കിൽ ബ്ലൂ തന്നെ 6 പീസ്. അപ്പോൾ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സെൻറ്ററിൽ 6 ഫ്ലവർ വെച്ചതിന് ശേഷം ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഞാൻ ആ വൈറ്റ് ചെറിയ സ്റ്റോൺ പോലത്തെ ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആ ഒരു സംഭവം നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് കൂടിയ റേറ്റിന് നിങ്ങൾക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ട് കടയിൽ സെയിൽ ചെയ്യാം. കാരണം ഇപ്പോൾ ഇതൊക്കെയാണ് ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കടകളിലൊക്കെ ഇത് വാങ്ങിക്കും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഇത് നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് തരിക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കാരണം ഇത് ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് വീണ്ടും ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഹെയർ ബാൻഡ് ആയിട്ടാണോ വേണ്ടിച്ചെങ്കിലും അതും നമ്മുടെ കയ്യിലുണ്ട്. അതല്ല നിങ്ങൾക്ക് ഇനി ഇതിങ്ങനെ ഫ്ലവറായിട്ട് കിറ്റുകളായിട്ടാണ് വെച്ചെങ്കിൽ അതും നമ്മുടെ കയ്യിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത് കണ്ട. അപ്പം നമ്മൾ ഫ്ലവർ സെൻറ്ററിൽ 6 എണ്ണമാണ് നമ്മൾ വെച്ചത്. പിന്നെ അപ്പുറത്തും സ്റ്റോൺ വെച്ച്, അത് ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് വെക്കുക, സിൽവർ ആണെങ്കിൽ സിൽവർ വെക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ 6 കളറോളം നമ്മളിപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു കളർ ഉണ്ടാക്കുന്നത് കാണിച്ച് ബാക്കിയുള്ളത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ കിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ കിറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.